ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിൽ ഇവരൊക്കെ വിഷം ചേർത്തിട്ടില്ലെന്ന് ആരുണ്ടു? അവരുടെ ഒരു ഉണ്ണിയപ്പൂ ഉണ്ടംപുരി. പത്മാവതിക്ക് ഇയാളെ അറിയൂ? അറിയാം ഡോക്ടർ. വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം. ഒത്തിരി കാലമായി ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ട്. പ്രതാപവർമ്മയുടെ കൂടെ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള എന്റെ ഓർമ്മ ശരിയല്ലേ? അത് ശരിയാ. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഡോക്ടർ. അതിപ്പോ മനുഷ്യന്റെ ജീവിതമല്ലേ പത്മാവതി? എന്തായാലും ഇയാൾക്ക് ശക്തരായ ശത്രുക്കളുണ്ട്, അതുറപ്പാ. ആരായിരിക്കും ഇയാളെ ഷൂട്ട് ചെയ്തത്? അംബിക തന്നെ ആയിരിക്കും, അല്ലാതാരാ? ബ്ലഡ് ഒത്തിരി വാർന്നുപോയി, അതാ തീർത്തും അവശനായി പോയത്. ഇയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബോധം വരട്ടെ. പത്മാവതി വരും. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങോട്ടോ പോയ ആളാ ഈ മനുഷ്യൻ. ഈ ഒരു അവസ്ഥയില് മോളെ, അച്ഛാ. വേണ്ട വേണ്ട, ഓടൊന്നും വേണ്ട. ഹരീഷ് എവിടെ ശ്രീ? ജോലിക്ക് പോയിരിക്കുക. മോക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ. ആരോഗ്യം ശ്രദ്ധിക്കണോട്ടോ. ഓടി നടക്കരുത്, ഭാരമുള്ളതൊന്നും എടുക്കുകയും ചെയ്യരുത്. ശരി അച്ഛാ. ആ മോളെ, ആ ഉണ്ണിയപ്പം പലഹാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുക്ക്. ഇത്ര പെട്ടെന്ന് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നിന്റെ അമ്മയിലേടി എല്ലാവരും കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കി. ശ്രീ, ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം. മോളിലെടുത്ത് കഴിക്ക്. ശ്രീ, കഴിക്കരുത്. ഇതിൽ ഇവരൊക്കെ വിഷം ചേർത്തിട്ടില്ലെന്ന് ആരുണ്ടു? അവരുടെ ഒരു ഉണ്ണിയപ്പൂ ഉണ്ടംപുരി. ഇതൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഹരീഷ്, ഹരീഷ്, നീ എന്താണ് ഈ കാണിച്ചേ? നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. എനിക്കത് നന്നായിട്ട് അറിയാം. പലഹാരങ്ങളും കൊണ്ട് പരിപോഷിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്റെ പെങ്ങളുടെ ജീവിതം തകർത്തവളാ ഇവള്. എന്റെ ഭാര്യ ഇവള് കൊല്ലില്ലെന്ന് ആര് കണ്ടു?
ഹരീഷേ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ കുഞ്ഞിനൊന്നും പറയരുത്. നിങ്ങൾക്ക് ഇവളെ വലിയ കോലോത്ത രാജകുമാരി ആയിരിക്കും. എനിക്ക് ഇവൾ ആരായാലും ഒരു പ്രശ്നവുമില്ല. ഹരീഷേ, നീയും ഞാനും തമ്മിലുള്ള ബന്ധം നീ മറക്കരുത്. എന്ത് ബന്ധം? എനിക്കാരോടും ഒരു ബന്ധവുമില്ല. ഹരീഷ്, മിണ്ടരുത് നീ. ഇതെന്റെ അച്ഛനാ ഹരീഷ്. ഒരച്ഛൻ ആരുടെയും ഒരു സപ്പോർട്ടും ഇല്ലാതെയാ നമ്മൾ കല്യാണം കഴിച്ചത്. എനിക്ക് ആരുടെയും ഒരു ബന്ധവും വേണ്ട. ഇനി മേലാൽ എന്റെ ഭാര്യയ്ക്ക് ആഹാര സാധനങ്ങളും കൊണ്ട് ഇങ്ങോട്ട് കേറി വന്ന പറഞ്ഞേക്കാം. ഇറങ്ങിപ്പോയ്ക്കോ. പോവാൻ. നീ ഒരച്ഛന്റെ മുമ്പിൽ വെച്ച ഈ പറഞ്ഞതും പ്രവർത്തിച്ചതും. ഈ നിൽക്കുന്നത് എന്റെ മോള. ഒരു പെൺകുട്ടിയുണ്ടായി അവളെ കാക്കയ്ക്കും പരുന്തനും കൊടുക്കാതെ വളർത്തിയ ഒരച്ഛന്റെ നെഞ്ചിലെ പിടപ്പെന്താണെന്ന് നിനക്കറിയില്ല. മാറിലിട്ട് വളർത്തിയ ഒരച്ഛന്റെ ചങ്കിലെ വാത്സല്യം എന്താണെന്ന് നിനക്കറിയില്ല. പക്ഷേ നീ അതറിയാൻ പോവുക. നീയും ഒരച്ഛനാവാൻ പോവുക. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇതറിയുന്നില്ല. പക്ഷേ കാലം ഇതിനൊക്കെ സാക്ഷിയാണോ മോനെ? എന്നെ കരയിപ്പിച്ചു വിടുന്ന ഈ അനുഭവം നിന്റെ മകനിൽ നിന്നോ മകളിൽ നിന്നോ നിനക്കുണ്ടാവാതിരിക്കട്ടെ. ശ്രീ, മോളുവാ.